കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ മുതലപ്പൊഴി എന്നുള്ള വാക്ക് എപ്പോഴും കേട്ട് അത് ശീലമായി. അവിടുത്തെ ദുരന്തങ്ങൾ, അവരുടെ ദുരിതങ്ങളൊക്കെ തന്നെ ദിനം പ്രതി ഓരോ ദിവസവും വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മൺസൂണിന് മുന്നേ ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തെ മുതലപ്പൊഴി മേഖല, തീരദേശ മേഖല എന്നത്. അപകടങ്ങൾ സ്ഥിരം നടക്കുന്ന ഒരു സ്ഥലമായി. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ 4 വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സർക്കാരിൻ്റെ അനാസ്ഥ ഒരു വിഭാഗം ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതാണ് ഈ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരദേശ പ്രദേശത്തിന് വേണ്ടി കനിവ് കാട്ടാത്ത സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ് മുതലപ്പൊഴിയിലെ തീരദേശ ജനത. ടിൻഡു ദാസ് ഉണ്ട് മുതലപ്പൊഴിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ടിൻഡു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ടിൻഡു ദിവസവും നൽകുന്നൊരു വാർത്ത എന്ന് പറയുന്നത് മുതലപ്പൊഴി തന്നെയാണ്. നമ്മുടെ ഈ വാർത്തയിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മുതലപ്പൊഴിയിൽ നിന്ന് ഓരോ മണിക്കൂറുകളും തന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. സർക്കാരിൻ്റെ അനാസ്ഥയാണ് തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും. ഇനിയെങ്കിലും തീരദേശ ജനതയോട് ഇത്തരത്തിലുള്ള അവഗണന അവസാനിപ്പിച്ചൂടെ എന്ന് തന്നെയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും ചോദിക്കുന്നത്. തീർച്ചയായും രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കണ്ണീർ കടലായിട്ടുള്ള ഒരിടത്താണ് മുതലപ്പൊഴിയിൽ. ഞാൻ രാവിലെ ഇവിടെ നിന്ന് പങ്കുവച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ തുടർച്ചയായി 2ാം ദിവസവും 4 തവണയാണ് ഇത്തരത്തിൽ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ആളുകൾക്ക് പരിക്ക് പറ്റുന്നതും. മത്സ്യത്തൊഴിലാളികളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഈ മുതലപ്പൊഴിയുടെ വീതി കൂട്ടുക, അല്ലെങ്കിൽ ഡ്രഡ്ജിങ് പൂർണ്ണമായി നടത്തുക, അല്ലെങ്കിൽ ആഴം കൂട്ടുക. എനിക്ക് ഈ പിറകുവശം കാണുന്നതാണ് പ്രധാന അപകട മുനമ്പെന്ന് പറയുന്നത്. 2 സൈഡിലായിട്ട് പുലിമുട്ട് അടുക്കിക്കൊണ്ട് കായലിൽ നിന്നും കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടാണ് 2000-ൽ ഈ മുതലപ്പൊഴി മുനമ്പ് ഇവിടെ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഈ മുതലപ്പൊഴിയുടെ വീതി കുറയുന്നതിൻ്റെ അടിസ്ഥാനം, അതായത് വടക്ക് ഭാഗത്ത് നിന്ന് മണ്ണ് കിഴക്ക് ഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്തേക്ക് മണ്ണടിഞ്ഞുകൂടും. മണ്ണടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി സ്വാഭാവികമായും ഈ മുനമ്പത്തിന്റെ ആഴം കുറയും. ആഴം കുറയുകയും വള്ളങ്ങൾ കായലിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് തിരമാലകൾ ഉണ്ടായി. തിരമാലകൾ മടങ്ങി മുതലപ്പൊഴിയുടെ സമീപത്തുള്ള പുലിമുട്ടിലേക്ക് അടിച്ചു കയറുകയാണ് ചെയ്തത്. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീഴുന്ന സമയത്തല്ല അപകടം ഉണ്ടാകുന്നത്. നീന്തി കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ തിരമാലകൾ കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പുലിമുട്ടിനടിയിലേക്ക് അടിച്ചു കയറുന്നു. അപ്പോൾ ഇത്തരത്തിൽ പുലിമുട്ടിനിടയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ അകപ്പെടാതിരിക്കാൻ അടിയന്തരമായിട്ട് ഈ 2 പുലിമുട്ടിന്റെ 2 സൈഡിലായിട്ട് ഫൈബർ വലകൾ സ്ഥാപിക്കുക. ഫൈബർ വലകൾ സ്ഥാപിക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമില്ലാത്ത രീതിയിൽ നീന്തി കയറാൻ സാധിക്കും. പുലിമുട്ടിനടിയിലേക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് ഈ മണൽത്തിട്ടകൾ രൂപപ്പെടുന്ന ഇടത്ത് അടയാള സൂചകങ്ങൾ വെക്കുക. അതായത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ കടലിന്റെ ഈ ഭാഗത്ത് മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്, അതുവഴി വള്ളങ്ങൾ കടന്നു പോകരുത്. അപ്പോൾ അത്തരത്തിലുള്ള അടയാള സൂചകങ്ങൾ സ്ഥാപിക്കുക. മൂന്നാമത് പറയുന്നത് മൺസൂൺ കാലത്തിന് 2 മാസം മുമ്പെങ്കിലും ഡ്രഡ്ജിങ് പൂർണ്ണമായും പൂർത്തിയാക്കുക. സാൻഡ് ബൈപാസിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ സാൻഡ് ബൈപാസിംഗ് ആണ് അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ മണ്ണ് പൈപ്പ് ലൈനിൽ കൂടെ പമ്പ് ചെയ്ത് താഴമ്പള്ളി ഭാഗത്തേക്ക് ഇടുക. അപ്പോൾ സ്വാഭാവികമായും ഒരു കാലചക്രം പൂർണ്ണമാവുന്ന, അതായത് 1 വർഷം പൂർണ്ണമാവുന്ന സമയത്ത് വടക്ക് ഭാഗത്ത് നിന്നും സമുദ്രജല പ്രവാഹം വടക്ക് ഭാഗം, അതായത് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും വടക്ക് ഭാഗത്തെ തീരം നഷ്ടപ്പെടുകയും തെക്ക് ഭാഗത്ത് തീരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഡ്രഡ്ജിങ് നടക്കുന്നതിന്റെ ഫലമായി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഡ്ജിങ് നടത്തുമ്പോൾ ഈ തെക്ക് ഭാഗത്തെ മണല് പമ്പ് ചെയ്ത് വടക്ക് ഭാഗത്തേക്ക് ഇടുകയും വടക്ക് ഭാഗത്ത് തീരം പുനർസൃഷ്ടിക്കുകയും ചെയ്യാം. തെക്ക് ഭാഗത്തെ ഈ അപകടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ പണം കൊണ്ട് കടലിടാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ 25 അങ്ങനെ പണം കൊണ്ട് കടലിലിടാൻ സർക്കാർ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഉദ്ദേശമില്ല എങ്കിൽ പോലും ഈ തീരദേശ ജനതയെ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം ഉണ്ടായതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് വിവിധ തീരപ്രദേശങ്ങളിൽ ഉണ്ടായത്. ഒരിടത്തേക്ക് പോലും ഒരു ജനപ്രതിനിധി പോലും, അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ജനപ്രതിനിധി പോലും പങ്കെടുത്തില്ല. ഇപ്പോൾ ഈ മുതലപ്പൊഴി ഭാഗം വരുന്നതാകട്ടെ MLA ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ എത്തിയ പോലുമില്ല. ഈ ജനങ്ങളുടെ സങ്കട കണ്ണീർ പോലും ഒന്ന് കാണാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നതും.
തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാറി വന്ന അതായത് കഴിഞ്ഞ 10 വർഷം ഇവിടെ MP ആയിരുന്നത്, അതായത് അടൂർ പ്രകാശിന് മുമ്പ് കണ്ടിന്യൂസ് ആയി MP ആയിരുന്ന സമ്പത്തായിരുന്നു. അതിനുശേഷം അടൂർ പ്രകാശ് വരുന്നു. ഈ 15 വർഷം തീരദേശ ജനതയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ വളരെ പ്രതിഷേധത്തോടു കൂടി പ്രക്ഷോഭത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മറുപടി ഒരുപക്ഷെ ഇനി വോട്ട് ചോദിച്ചു വരുന്ന ഈ ഇടത് വലത് സംഘടനകളുടെ മറുപടി തിരഞ്ഞെടുപ്പിലൂടെ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം ഭരിക്കുന്നത് CPI സ്ഥാനാർത്ഥി അതുപോലെ CPI MLA ആയ V ശശിയാണ്. അദ്ദേഹവും ഇവിടെ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ അവഗണിക്കുന്ന നിലപാടുകളോടാണ് ശരിക്കും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഒരുപക്ഷെ വിഴിഞ്ഞ സമരം നടക്കുന്ന സമയത്ത് 5 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നതും ഈ മുതലപ്പൊഴി മേഖലയിലെ ഈ മുതലപ്പൊഴി മുനമ്പത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ അത് അംഗീകരിച്ചുകൊണ്ടാണ് വിഴിഞ്ഞ സമരത്തെ അടിച്ചൊതുക്കിയത്, അല്ലെങ്കിൽ വിഴിഞ്ഞ സമരത്തെ പിരിച്ചുവിട്ടത്. പക്ഷേ അതിനുശേഷം ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ പല സമയത്തും പല ഘട്ടങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലോട് കൂടി ഒരുപക്ഷെ കള്ളക്കേസുകളൊക്കെ ചുമത്തിക്കൊണ്ട് ആ സമരസമിതിയിലേക്ക് പ്രതിരോധിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് മറ്റൊരു ആക്ഷേപം. അത് രാവിലെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ആറ്റിങ്ങൽ തീരദേശ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഈ തീരദേശ മേഖലയെ പാടെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ ഇവിടെ നേരിട്ടെത്തുന്ന സമയത്ത് കഴിഞ്ഞ വർഷം 8 മാസങ്ങൾക്ക് മുമ്പ് സജി ചെറിയാൻ അതുപോലെ തന്നെ ആന്റണി രാജു ആ സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആന്റണി രാജു, അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ തുടങ്ങിയ 3 മന്ത്രിമാരും ഈ മരണം നടക്കുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ അവരെ വളരെ പ്രതിഷേധത്തോടെ അല്ലെങ്കിൽ അവരോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടായിരുന്നു തീരദേശ ജനതയുടെ പ്രതികരണം. ഒരുപക്ഷെ തീരദേശ ജനത അത്രയും ആഴത്തിൽ പ്രതികരിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കണം ഇതുവരെ ഈ മേഖലയിൽ ഒരു നേതാക്കന്മാർ പോലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും കടലോര ജനതയെ അപ്പാടെ അവഗണിക്കുക തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. തുടരെ അപകടങ്ങൾ മുതലപ്പുഴയിൽ നടക്കുമ്പോഴും ഒരു ജനപ്രതിനിധി പോലും അവിടേക്ക് എത്തുകയോ ആശ്വാസ വാക്കുപോലും നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങുക തന്നെയാണ് മുതലപ്പുഴയിലെ തീരദേശ ജനത. മുതലപ്പുഴയിൽ നിന്നും ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.